നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. എടത്തിരുത്തിയിൽ കാട്ടുപന്നി വാഴകൾ നശിപ്പിച്ചു. എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ പൊന്നമ്പുള്ളി ഷാജിയുടെ കൃഷിയിടത്തിലെ വാഴകളാണ് കാട്ടുപന്നി കുത്തിമറിച്ചിട്ടത്. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദ് റിമാൻഡിൽ. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ചൊവ്വൂരിൽ പഞ്ചിങ് ബൂത്തിനടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞുകയറി ഉണ്ടായ അപകടത്തിന് ശേഷം രക്ഷപ്പെട്ട ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ 52 വയസ്സുള്ള നാസറിനെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വാർത്തകൾ വിശദമായി. എടത്തിരുത്തിയിൽ കാട്ടുപന്നി വാഴകൾ നശിപ്പിച്ചു. എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ പൊന്നമ്പുള്ളി ഷാജിയുടെ കൃഷിയിടത്തിലെ വാഴകളാണ് കുത്തിമറിച്ചിട്ടത്. ഇലയ്ക്കായി നട്ടുവളർത്തിയിരുന്ന വാഴകളാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി നശിപ്പിച്ചത്. കുറച്ച് നാളുകളായി പ്രദേശത്ത് കാട്ടുപന്നിയെ കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എടത്തിരുത്തി ഡിഫൻഡർ ഭാഗത്ത് രാത്രിയിൽ കാട്ടുപന്നി റോഡിലൂടെ പോകുന്നത് കാർ യാത്രികർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു. കാട്ടുപന്നിയെ തുരത്തുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കുറച്ച് കാലമായിട്ട് കാട്ടുപന്നി ശല്യം ഉണ്ട്. അപ്പോൾ ഒറ്റയായും തെറ്റയായും ഒക്കെ കാട്ടുപന്നിയെ കാണുന്നു എന്നുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ദിവസം ഈ ഭാഗത്ത് സിറാജ് നഗറിൽ കാട്ടുപന്നിയെ കണ്ടിരുന്നു. അതിന് ശേഷം ആണ് ഇന്നലെ രാത്രി ആണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ 2 വാഴയാണ് അത് പോയിട്ടുള്ളത്. ഒരു 75 വാഴകൾ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഒരു 5 മാസം പ്രായമുള്ള 2 വാഴത്തൈകൾ പന്നി കുത്തി മറിച്ചിട്ട്. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദ് റിമാൻഡിൽ. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ജൂൺ 14 ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 14-നായിരുന്നു സംഭവം. മലപ്പുറത്തേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ച് ഇയാൾ യുവതിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയായിരുന്നു. തുടർന്ന് തൃശൂരിൽ ബസ്സിറങ്ങിയ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. 2023 സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു. അന്ന് നെടുമ്പാശ്ശേരിയിൽ KSRTC ബസ്സിൽ സഞ്ചരിക്കവേ തൊട്ടടുത്തിരുന്ന നടിയും മോഡലുമായ യുവതിക്ക് നേരെയും ഇയാൾ സമാനമായ രീതിയിൽ ലൈംഗികാതിക്രമം നടത്തിയിരുന്നു. തുടർന്ന് യുവതി സംഭവം മൊബൈലിൽ ചിത്രീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പിടിക്കപ്പെട്ടപ്പോൾ തൃശൂർ പേരാമംഗലത്ത് വച്ചിറങ്ങി ഓടാൻ ശ്രമിച്ച സവാദിനെ കണ്ടക്ടർ പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. ചൊവ്വൂരിൽ പഞ്ചിങ് ബൂത്തിനടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞുകയറി ഉണ്ടായ അപകടത്തിന് ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ 52 വയസ്സുള്ള നാസറിനെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ചൊവ്വൂർ 5-ാം കല്ലിൽ നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ബസ് സ്റ്റോപ്പ് തകരുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട ബസ്സും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം MLA VR സുനിൽകുമാർ ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാര വിതരണം മികവ് 2K25 സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അതിൻ്റെ 4 മിഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസമാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതുവഴി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ആശയത്തിലേക്ക് വരാനുള്ള കാരണവും വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ ചെലവഴിക്കുന്ന ഒരു സംഖ്യയും സാധാരണ നിലയിൽ നാം കരുതുന്നത് പോലെ ഒരു ചെലവോ എക്സ്പെൻഡിച്ചറോ അല്ലെന്നും അത് നവകേരളത്തിന്റെ നിർമ്മിതിയിൽ കേരളം നടത്തുന്ന മൂലധന നിക്ഷേപവുമാണ് എന്ന തിരിച്ചറിവാണ് അത്തരം വിശാലമായിട്ടുള്ളൊരു ആശയത്തിലേക്ക് വരാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം നേടിയ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചത്. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. MP മാരായ ബെന്നി ബെഹനാൻ, PP സുനീർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ബാബു, PV വിനോദ്,
റോമി ബേബി, DDE PM ബാലകൃഷ്ണൻ, DEO T ഷൈല, KV വസന്തകുമാർ എന്നിവർ പ്രസംഗിച്ചു. കർഷക സംഘം ആളൂർ സൗത്ത് മേഖലാ സമ്മേളനം നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം കേരളത്തിൽ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനെ തുടർന്ന് കർഷക സംഘത്തിന്റെ 1ാം സംസ്ഥാന സമ്മേളനം 1956 ഷൊർണൂരിൽ വെച്ചാണ് ചേർന്നത്. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട ഉടനെ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം ഷൊർണൂരിൽ വെച്ച് ചെയ്യുകയുണ്ടായി. ആ സമ്മേളനം ആദ്യത്തെ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കൃഷിക്കാരോട് വലിയ ഒരു ആഹ്വാനവും ഒരു അഭ്യർത്ഥനയും നടത്തുകയുണ്ടായി. നമ്മുടെ 1ാം സംസ്ഥാന സമ്മേളനം കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറുള്ള പാർട്ടികൾക്ക് മാത്രമേ കൃഷിക്കാരെ വോട്ട് ചെയ്യൂ എന്നായിരുന്നു അന്നത്തെ പ്രമേയം. സേതു മാധവൻ അധ്യക്ഷത വഹിച്ചു. ജോസ് മാഞ്ഞൂരാൻ, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പൻ, അരവിന്ദൻ, KA അനീഫ, MS മൊയ്തീൻ, T ശശിധരൻ, KR ജോജോ, KK പ്രകാശൻ, MC ഷാജു, MC സന്ദീപ്, AR ഡേവിസ് എന്നിവർ സംസാരിച്ചു. കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് KPMS വെള്ളാങ്കല്ലൂർ ഏരിയ യൂണിയൻ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. പ്രവർത്തക യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PK ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ യൂണിയൻ പ്രസിഡന്റ് V അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ PC ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്ത ചന്ദ്രൻ മനവളപ്പിലിനെ ചടങ്ങിൽ ആദരിച്ചു. AC രാമകൃഷ്ണൻ, EK മോഹൻദാസ്, KK ശിവരാമൻ, TK ജയൻ, ഓമന സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. വെള്ളാങ്കല്ലൂർ ഏരിയ യൂണിയൻ പുതിയ സെക്രട്ടറിയായി EK മോഹൻദാസിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. എടത്തിരുത്തിയിൽ കാട്ടുപന്നി വാഴകൾ നശിപ്പിച്ചു. എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ പൊന്നമ്പുള്ളി ഷാജിയുടെ കൃഷിയിടത്തിലെ വാഴകളാണ് കാട്ടുപന്നി കുത്തിമറിച്ചിട്ടത്. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദ് റിമാൻഡിൽ. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ചൊവ്വൂരിൽ പഞ്ചിങ് ബൂത്തിനടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞുകയറി ഉണ്ടായ അപകടത്തിന് ശേഷം രക്ഷപ്പെട്ട ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. പുത്തൻചിറ സ്വദേശി ഒലവക്കോട് വീട്ടിൽ 52 വയസ്സുള്ള നാസറിനെയാണ് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.